Hello friends, welcome to Law Students Corner. 2017 കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് ചോദിച്ച മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഓരോ ക്വസ്റ്റ്യൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രീ പ്രശാന്ത് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന് 2016 കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് 3rd റാങ്ക് ലഭിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹലോ ഓൾ. ഈ എക്സാം എഴുതുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡിനേക്കാളും അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. പൊതുവെ എല്ലാവരും മാത്സ് എന്നൊക്കെ പറയും. പക്ഷേ ഈ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, മറ്റ് എക്സാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ഉള്ള മാത്സിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടഫ്നെസ് അത് വളരെ കുറവാണ്. പൊതുവെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. 25 ചോദ്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്തുനിന്ന് പരീക്ഷകൾക്ക് ഉണ്ടാവുക. ഇത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം കൂടുതൽ സമയമെടുക്കാൻ ചാൻസ് ഉള്ള, ഒരുപാട് ചിന്തിക്കേണ്ട ഒന്നാണ് എന്നാണ്, അങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന വിഷയം. ഇതിൻ്റെ സിലബസ് ഇത് കാണുന്ന പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ആവറേജ്, സിംപ്ലിഫിക്കേഷൻ, പേഴ്സൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഏജ് ബേസ്ഡ് പ്രോബ്ലംസ് ആണുള്ളത്. മെൻ്റൽ എബിലിറ്റി വരുമ്പോൾ അതിൽ അനലോജി, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഓഡ് വൺ ഔട്ട്, നമ്പർ റാങ്കിങ് ടെസ്റ്റ്, സീരീസ് ടെസ്റ്റ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ഏത് ദിശയിലേക്കാണ് ഇന്നത് കിടക്കുന്നത് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളാണ്. ബ്ലഡ് റിലേഷൻസ്, ബ്ലഡ് റിലേഷൻസിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ തന്നിട്ടുണ്ടാവും. ഏറ്റവും അവസാനം ഇന്ന ആളുടെ റിലേഷൻ എന്താണ്, ഇവർ തമ്മിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പൊതുവെ ബ്ലഡ് റിലേഷൻസിൽ കാണുന്ന ചോദ്യങ്ങൾ. ഡേറ്റ് ആൻഡ് കാലണ്ടർ, പിന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഇതെല്ലാം 10th സ്റ്റാൻഡേർഡിന് താഴെയുള്ള കുട്ടികൾക്ക് അതുവരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള സിമ്പിൾ അല്ല ഈസി ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ ഉള്ളത്. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇതേ ഓരോ ക്വസ്റ്റ്യനിലും ഉപയോഗിക്കുന്ന അതേ പ്രിൻസിപ്പിൾസ് തന്നെയാണ് അടുത്ത കൊല്ലത്തെ ക്വസ്റ്റ്യൻസിലും ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതേ പാറ്റേൺ, അതേ വഴി തന്നെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാറിയെന്നാലും ഈ മെത്തേഡ് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് അടുത്ത ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഇൻടു ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് 2017 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. There are 4 routes to travel from city A to city B and 3 routes from city B to city C. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ നമുക്കായി തന്നെ പെട്ടെന്ന് 3 സിറ്റീസ് മാർക്ക് ചെയ്യാം, A, B, C. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിലെ ഫസ്റ്റ് ഭാഗം നോക്കൂ. അപ്പോൾ there are 4 routes to travel from city A to city B. 1, 2, 3, 4 അങ്ങനെ 4 റൂട്ട് വരയ്ക്കുക. ഇനി ഫസ്റ്റ് സെൻറ്റൻസിലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. 3 റൂട്ട്സ് ഫ്രം സിറ്റി ബി ടു സിറ്റി സി. 1, 2, 3. ഇത് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാണ്. സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ
എ ടു ബിയിലേക്ക് 4 റൂട്ടുകളും ബി ടു സിയിലേക്ക് 3 റൂട്ടുകളാണ്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഹൗ മെനി റൂട്ട്സ് ആർ പോസിബിൾ ടു ട്രാവൽ ഫ്രം ദ സിറ്റി എ ടു സിറ്റി സി എന്നുള്ളതാണ്. സിറ്റി എയിൽ നിന്നും സിറ്റി സിയിലേക്കും എത്ര വഴികളുണ്ട്, എത്ര വഴികൾ പോസിബിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് 4 വഴികളും ബിയിൽ നിന്ന് സിയിലേക്ക് 3 വഴികളും. ഇതിൽ ഓരോ ഫസ്റ്റ് റൂട്ട് എ ടു ബിയിലെ ഫസ്റ്റ് റൂട്ട് എടുക്കാം. എ ടു ബിയിലെ ഫസ്റ്റ് റൂട്ട് എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് റൂട്ടിൽ ബി വരെ വന്നതിന് ശേഷം നമുക്ക് ബി ടു സി ഈ ഒരു വഴി വരാം, രണ്ടാമത് ഈ വഴി വരാം, മൂന്നാമത് ഈ വഴി വരാം. അപ്പോൾ ടോട്ടലി 3 വഴികൾ എ ടു ബി വഴി വന്നു കഴിഞ്ഞാൽ 3 വഴികളുണ്ട്. ഓക്കെ, ഇതുപോലെ എ ടു ബിയിലെ ഈ ഫസ്റ്റ് റൂട്ട് വഴി വന്നു കഴിഞ്ഞാൽ, ഇതുപോലെ എ ടു ബിയിലെ സെക്കൻഡ് റൂട്ട് വഴി വന്നു കഴിഞ്ഞാലും 3 വഴികളുണ്ട്. ഇനി തേർഡ് റൂട്ട് വഴി വന്നു കഴിഞ്ഞാലും 3 വഴികളുണ്ട്. ഫോർത്ത് റൂട്ട് വഴി വന്നു കഴിഞ്ഞാലും ഈ 3 വഴികളുണ്ട്. അപ്പോൾ ടോട്ടലി 12. ആക്ച്വലി ഇത് ചെയ്യേണ്ടത് 4 × 3 12 ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും സമയം എടുത്ത് പറഞ്ഞു തന്നത്. ഇത് പെട്ടെന്ന് ഇനി അടുത്ത തവണ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ഫിഗേഴ്സ്. അപ്പോൾ അതിൽ 2 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. 2, 6, 80, 24. 3, 120, 36. ഈ 2 ബോക്സിൽ ഫസ്റ്റ് ബോക്സിൽ ഈ ഡിജിറ്റ്സ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് ആ റിലേഷൻ വെച്ചിട്ട് സെക്കൻഡ് ബോക്സിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്ന നമ്പർ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ മിസ്സിംഗ് നമ്പർ അതാണ് ചോദ്യം. അപ്പോൾ ഈ ഫസ്റ്റ് ബോക്സിൽ ഡിജിറ്റ്സ് തമ്മിൽ എന്ത് റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ 2/80 എന്നൊന്ന് എഴുതി നോക്കാം. 2/80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോർട്ടൺ ചെയ്ത് 1/40 ആക്കാം. ഇതുപോലെ 6/24 ഇത് ഷോർട്ടൺ ചെയ്താൽ 1/4 കിട്ടും. അപ്പോൾ അതേ മെത്തേഡ് തന്നെ ഇപ്പുറത്തും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 1/40 1/4 കിട്ടും. ഇവിടെ 3/120 ദാറ്റ് ഇസ് 1/40. അപ്പോൾ ഇതും സിമിലർ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതും സിമിലർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ സെക്കൻഡ് ബോക്സിലെ സെക്കൻഡ് കോളം ഈ കോളത്തിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് 36 എങ്ങനെ വരും? അപ്പോൾ ഈ 1/4 റേഷ്യോയിൽ തന്നെ വരണം അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളത് നമുക്ക് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ x/36 is equal to 1/4 എന്നെഴുതാം. ദാറ്റ് ഇംപ്ലൈസ് x is equal to 1/4 into 36 that is 9. So that is x is equal to 9. Question mark is equal to 9. Answer is C. Option C. Third question. A person travels 12 kilometer due north. ഡയറക്ഷൻസ് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്കത് മനസ്സിലായ അപ്പോൾ വഴി തന്നെ നമുക്ക് പടം വരച്ച് തുടങ്ങാം. അപ്പോൾ പേഴ്സൺ ട്രാവൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പേജിൻ്റെ ഇങ്ങോട്ടുള്ള വശം നോർത്തും ആദ്യം ഡയറക്ഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. എപ്പോഴും ഇത് വടക്ക് അഥവാ നോർത്ത് ഇങ്ങോട്ടാണ്, അതിൻ്റെ വലതുവശത്ത് വരുന്ന ഈസ്റ്റ്, താഴെ സൗത്ത്, ഇടതുവശത്ത് വെസ്റ്റ്. ഇതാണ് ഡയറക്ഷൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി ഈ പോയിന്റിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. A person travels 12 kilometer due north. അപ്പോൾ ഡ്യൂ നോർത്ത് 12 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. 12 കിലോമീറ്റർ. Then 15 kilometer due east. 15 kilometer due east. ഈസ്റ്റ് ഇങ്ങോട്ട് 15 കിലോമീറ്റർ ട്രാവൽ ചെയ്തു.
ആഫ്റ്റർ ദാറ്റ് 15 കിലോമീറ്റർ ഡ്യൂ വെസ്റ്റ്. ഈ പോയിന്റിൽ നിന്ന് 15 കിലോമീറ്റർ ഡ്യൂ വെസ്റ്റ്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ട്രാവൽ ചെയ്ത് ഈ പോയിന്റിലെത്തി. ആൻഡ് ദെൻ 18 കിലോമീറ്റർ ഡ്യൂ സൗത്ത്. സൗത്ത് താഴേക്ക് 18 കിലോമീറ്റർ. അപ്പോൾ ഈ വഴി തന്നെ വന്ന് ഈ 12 കിലോമീറ്റർ വന്ന് വീണ്ടും 6 കിലോമീറ്ററും കൂടി താഴേക്ക് വരും. അപ്പോൾ ഇത് മൊത്തമാണ് 18 കിലോമീറ്റർ. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇപ്പം നിൽക്കുന്ന പോയിന്റിലേക്ക് എത്ര ദൂരം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 18 - 12 ഇത് 6 കിലോമീറ്റേഴ്സ്. 6 കിലോമീറ്റേഴ്സ് ആണ് ആൻസർ. ആൻസർ ഓപ്ഷൻ എ, 6 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question 4. A watch showed a time of 14 minutes past 9, 9 hours and 14 minutes. The positions of the hour hand and the minute hand of the watch are exactly interchanged. The new time shown by the watch is closest to which one of the following? ഇതിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പെട്ടെന്നൊരു ക്ലോക്ക് നമുക്ക് വരയ്ക്കാം. അതിന് വലിയ ഷേപ്പും ഭംഗിയൊന്നും വേണമെന്നില്ല, ഒരു അപ്രോക്സിമേറ്റ്. അപ്പോൾ അതിൽ 12, 3, 6, 9 മണികൾ നമുക്ക് പെട്ടെന്ന് അടയാളപ്പെടും. ഇനി ഇവിടെ 1 മണി 2 മണി ഉണ്ടാവും. ഇവിടെ 10, 11 പ്രധാനപ്പെട്ട മണിക്കൂറുകൾ എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം മിനിറ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇത് ചെയ്യാം. ഇപ്പോൾ 2-നും 3-നും ഇടയിൽ 4 മിനിറ്റ് ഇതുണ്ട്. 9-നും ഇടയിൽ ഇതുപോലെ 4 എണ്ണം ഉണ്ട്. ഇതിൽ 9:14 എന്ന് പറയുന്ന ടൈമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 9:14 ചെറിയ ഹാൻഡ് ഇങ്ങനെ ചെറുതായിട്ടും മിനിറ്റ് ഹാൻഡ് 9:14 കാണിക്കുന്നതായിട്ട് ഇരിക്കുക. ഇനി അത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലാവും. ഈ ചുവന്ന മഷി കൊണ്ട് രേഖപ്പെടുത്തിയ പോലെ നേരെ തിരിക്കും. അപ്പോൾ 9 മണിക്കൂർ 14 മിനിറ്റ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് 3 മണി ആയിട്ടില്ല. അപ്പോൾ 2 മണിക്കൂർ എത്രയോ മിനിറ്റ്, അത് നമുക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 മിനിറ്റുകളാണ്. അപ്പോൾ ഈ ഓരോ മണിക്കൂറിൻ്റെ ഇടയിലും ഒരു ക്ലോക്കിൽ 5 മിനിറ്റിൻ്റെ ഡിവിഷൻസ് ഉണ്ട്. 5 മിനിറ്റിൻ്റെ ഡിവിഷൻസ് 1, 2, 3, 4, 5 മിനിറ്റിൻ്റെ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഒരു മിനിറ്റ് ഹാൻഡ് സഞ്ചരിക്കുന്ന എത്ര മിനിറ്റ് സഞ്ചരിക്കും? 60 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 1 മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ്, ഇത് മിനിറ്റ് ഹാൻഡ് സഞ്ചരിക്കുന്ന അല്ലേ 60 മിനിറ്റ് ചുറ്റും ഇങ്ങനെ കറങ്ങും. 60 മിനിറ്റിൽ കൂടെ കറങ്ങും. അതേസമയം അവർ ഹാൻഡിൻ്റെ കാര്യമോ, അവർ ഹാൻഡ് ഈ 5 ഡിവിഷൻസാണ് കവർ ചെയ്യുന്നത് അല്ലേ 1 മണിക്കൂറിൽ. അപ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് കഴിഞ്ഞാണ് വരിക? അപ്പോൾ മിനിറ്റ് ഹാൻഡ് എത്ര കറങ്ങിക്കഴിഞ്ഞാലാണ് അവർ ഹാൻഡ് 1 മിനിറ്റ് കവർ ചെയ്യുന്ന ഒരു പോയിന്റ്, ഒരു ഡിവിഷനിലേക്ക് എത്തുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 5 12. അപ്പോൾ 12 മിനിറ്റ്
മിനിറ്റ് ഹാൻഡ് കറങ്ങിയാലാണ് മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്താലാണ് 1 മിനിറ്റ് അവർ ഹാൻഡ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ സമയം 9 hours 14 minutes. അപ്പോൾ 12 മിനിറ്റുകൾ കവർ ചെയ്തിട്ടുണ്ട്. 9 hour 14 minutesൽ 12 മിനിറ്റുകൾ കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർ ഹാൻഡ് 1 മിനിറ്റ് കൂടി കടന്നിട്ടുണ്ടാവും. ഓക്കെ, 1 മിനിറ്റ്, ഈ 9 എന്നുള്ളതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 1 മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് സ്വല്പം മുന്നോട്ട് പോയിട്ടുണ്ടാകും. കാരണം 14 മിനിറ്റാണ്, 9 hours 14 minutes ആണ് പറയുന്നത്, ഇവിടെ 12 minutes ആണ്. അപ്പോൾ 2 മിനിറ്റ് കൂടുതൽ, അത് വളരെ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അത് കണക്കാക്കേണ്ടതില്ല. നമ്മളിവിടെ ചോദ്യം തന്നെ വിച്ച് ഈസ് ദറ്റ് ന്യൂ ടൈം ഷോൺ ബൈ ദ വാച്ച് ഈസ് ക്ലോസസ്റ്റ് ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഉത്തരങ്ങൾ ഇതുപോലെ 12 minutes to 3, 13 minutes to 3, 14 minutes to 3, 15 minutes to 3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റ് മാത്രമേ കാണൂ. അപ്പോൾ ഈ അവർ ഹാൻഡ് മാറ്റി വരച്ച് ഈ ചുവന്ന ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ 46th മിനിറ്റിലേക്കാണ് കവർ ചെയ്തിട്ടുള്ളത് അല്ലേ. 9 എന്ന് സൂചിപ്പിക്കുന്ന മിനിറ്റ് ഹാൻഡിൻ്റെ 45th മിനിറ്റ് ആണ്. 9 തൊട്ടപ്പുറത്തുള്ള 46th മിനിറ്റ് ആണ്. അപ്പോൾ 2 hours 46 minutes എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസിൻ്റെ അനുസരിച്ച് ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ വരും? 14 minutes to അല്ലേ, 16 minus 46, 14 minutes. 14 minutes to 3. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇത് ഒരു റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ദാറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ. അങ്ങനെ വരുമ്പോൾ പി ക്യൂ, നമ്മളത് ഈ റിലേഷൻഷിപ്പ് കഴിയുന്നതും വരച്ചിടാൻ നോക്കാം. അപ്പോൾ പിയും ക്യൂവും ബ്രദേഴ്സ് ആണെങ്കിൽ അവരുടെ ഫാദർ ആൻഡ് മദർ സെയിം ആണ്. ഇത് പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ എന്നുള്ളത് നോട്ട് ചെയ്യണം. പി അപ്പോൾ മെയിലാണ്, ക്യൂ മെയിലാണോ ഫീമെയിലാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ആർ ഇസ് ദ ഫാദർ ഓഫ് പി. അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ദ ഫാദർ ഓഫ് പി. അപ്പോൾ മദർ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിനോട്ട് ചെയ്യാം, അടിയിലൊരു വര വരയ്ക്കാം. ഫീമെയിൽ ക്യാരക്ടേഴ്സിന് അടിയിലൊരു വര വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫീമെയിൽ ആണോ മെയിലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആർ ഇസ് ദ ഫാദർ ഓഫ് പി. അങ്ങനെയാണെങ്കിൽ ക്യൂ ഈസ് ഓൾസോ ദ ഫാദർ ഓഫ് പി. അല്ല, ആർ ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ഓൾസോ. S is the brother of T. S is the brother of T. So അവർക്ക് രണ്ടുപേർക്കും ഒരേ പാരൻസ് ആയിരിക്കും. അപ്പോൾ പറയുന്നത് T is the daughter of Q. T is the daughter of Q. Daughter of Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ S മെയിലാണ്, T അപ്പോൾ ഫീമെയിൽ ആണെന്ന് ഉറപ്പായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഡയഗ്രാംസ് നമുക്ക് ഒറ്റ ഡയഗ്രാമിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ എസ് ആൻഡ് ടി. സോ അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അടുത്ത ക്വസ്റ്റ്യൻ, ദ അങ്കിൾ ഓഫ് എസ് ഈസ്. അപ്പോൾ അങ്കിൾ ഓഫ് എസ്, അങ്കിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അച്ഛൻ്റെ ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ അമ്മയുടെ ചേട്ടനോ അനിയനോ ആവാം. അപ്പോൾ ഇവിടെ ക്യൂ മെയിലാണോ ഫീമെയിലാണോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും എസിൻ്റെ അങ്കിൾ എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ബ്രദർ ആയിരിക്കും. അപ്പോൾ പി ആണ് ആൻസർ, പി. അപ്പോൾ ഓപ്ഷൻ എ, പി ഇസ് ആൻസർ. Using the digits 2, 4, 5 and 9, we obtain 4-digit numbers using all the given 4 digits in increasing order of magnitude.
The rank of the number 9245 in the sequence is option A 13, B 17, C 19, D 20. അപ്പോൾ ഈ റാങ്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ 4 ഡിജിറ്റ്സ് വെച്ചിട്ട് എല്ലാ നമ്പേഴ്സും നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് അത് എത്രാമത്തെ ആ സീക്വൻസിൽ എത്രാമത്തെ ആ റാങ്ക് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ചെറിയ നമ്പേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യം ഡിജിറ്റ് 2, 4, 5, 9 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 2 വെച്ചിട്ട് ആ 6 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2, 4, 5, 9. 2, 4, 9, 5. ഇത് കുറച്ച് സ്പീഡിൽ പരമാവധി പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. 2, 5, 4, 9. 2, 5, 9, 4. 2, 9, 4, 5. 2, 9, 5, 4. ഇനി അടുത്തത് 4 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 4, 2, 5, 9. 4, 2, 9, 5. 4, 5, 2, 9. 4, 5, 9, 2. 4, 9, 2, 5. 4, 9, 5, 2. ഇനി അടുത്ത 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 5, 2, 4, 9. 5, 2, 9, 4. 5, 4, 2, 9. 5, 4, 9, 2. 5, 9, 2, 4. 5, 9, 4, 2. ഇനി 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 9, 2, 4, 5. 9, 2, 5, 4. 9, 4, 2, 5. 9, 4, 5, 2. 9, 5, 2, 4. 9, 5, 4, 2. അപ്പോൾ 6 × 4 16 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ 9245 9245 ഇവിടെയാണ്. അപ്പോൾ 6, 12, 18, 19 19th റാങ്കാണ്. അപ്പോൾ ആൻസർ സി 19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7. ഇത് ഒരു വർക്ക് ടൈം ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എ ക്യാൻ ഡു എ വർക്ക് ഇൻ 16 days. ബി ഈസ് 60% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ ആൻഡ് ബി ടുഗദർ കംപ്ലീറ്റ് ദ വർക്ക്? അപ്പോൾ എക്ക് ഒരു ജോലി 16 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന എത്ര വർക്കായിരിക്കും? 1/16. ഒരു ദിവസം ഈ 16 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പറയുന്നത് ബി ഈ 60% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. എ ചെയ്യുന്ന വർക്കിനേക്കാളും, അപ്പോൾ നോക്കാം, ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എ ചെയ്യുന്ന വർക്കിനേക്കാളും, അപ്പോൾ എ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 1/16 പ്ലസ് അതിനേക്കാളും 60% എഫിഷ്യൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 1/16 × 60%. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ 1/16 1 + 60/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/16 × 100 + 60 160/100. സോ ക്യാൻസൽ ചെയ്യുക. 10/100 = 1/10. അപ്പോൾ ബിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/10. In how many days can A and B together complete the work?
അപ്പോൾ ഈ വർക്ക് രണ്ടുപേർക്കും കൂടി എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം? അപ്പോൾ എ ആൻഡ് ബി 1 day എത്രയാണെന്ന് നോക്കണം. ഒരു ദിവസത്തിൽ എയും ബിയും കൂടി എത്ര ജോലി ചെയ്ത് തീർക്കും? അപ്പോൾ 1/16 + 1/10. That is 10 + 16/160. അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ 26/160. ഇതാണ് ഒരു ദിവസത്തെ ഇവരുടെ വർക്ക്. രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ദിവസം പണിയെടുക്കുന്നതാണ് 26/160. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ഈസ് equal to 160 ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/26/160 is equal to 160/26. ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഓൾറെഡി ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് ഫ്രാക്ഷനിൽ തന്നെയാണ്. അതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് 160/2 is 80 and 26/2 is 13. അപ്പോൾ ആൻസർ 80/13 ഡേയ്സ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 80/13 ഡേയ്സ്. ഇനി 8th ക്വസ്റ്റ്യൻ. Balu writes the first 100 natural numbers one after another in the following way: 1, 2, 3, 4. So how many times he uses the digit 7? ഇത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 തൊട്ട് 100 വരെ 1 to 100 ഇതിനിടയിൽ 7 എന്ന് പറയുന്ന ഡിജിറ്റ് എത്ര തവണ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. യൂണിറ്റ് പ്ലേസിൽ ഇപ്പോൾ 1, 2, 3 എന്നൊക്കെ എഴുതുന്നതിൽ യൂണിറ്റ് പ്ലേസിൽ 1 to 100 യൂണിറ്റ് പ്ലേസിൽ 7 എന്ന് പറയുന്ന ഡിജിറ്റ് എവിടേക്ക് വരുന്നു എന്ന് നോക്കാം. എത്ര തവണ വരും? അപ്പോൾ 7, 17, 27, 37 ഇങ്ങനെ 97 വരെ വരും അല്ലേ? ഇത് എത്ര തവണ ഉണ്ട്? 10 times. ഇത് യൂണിറ്റ് പ്ലേസിലാണ്. യൂണിറ്റ് പ്ലേസിൽ 7 വരുന്നതിനാണ്. ഇനി ടെൻസ് പ്ലേസിൽ 7 വരുന്നത് ആകെ 70 തൊട്ട് 79 അല്ലേ? ഇത്രയും സ്ഥലത്താണ് 7 ടെൻസ് പ്ലേസിൽ വരുന്നത്. അതും 10 തവണയാണ്. ഓക്കെ, അപ്പോൾ 10 + 10 20 times. അപ്പോൾ ആൻസർ ഈസ് C20. അടുത്ത ക്വസ്റ്റ്യൻ 9. Assume that the number of flowers in a basket is getting doubled after every 1 minute. Also assume the basket be full in 20 minutes. At what time the basket is half filled? ഇത് പെട്ടെന്ന് കാണുമ്പോൾ വളരെ ടഫായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. 20 മിനിറ്റിനുള്ളിൽ ബാസ്ക്കറ്റ് ഫുള്ളാവും. അപ്പോൾ 19ാമത്തെ മിനിറ്റിലെ അവസ്ഥ എന്തായിരിക്കും? ഹാഫ് ഫുൾഡായിരിക്കും അല്ലേ?
കാരണം അടുത്ത മിനിറ്റിൽ 19ാമത്തെ മിനിറ്റിൽ ഹാഫ് ഫുൾ ആണെങ്കിൽ മാത്രമേ 1 മിനിറ്റ് കഴിയുമ്പോൾ 20ാമത്തെ മിനിറ്റിൽ ഫുൾ ആവുള്ളൂ, ബാസ്ക്കറ്റ് ഫുൾ ആവുള്ളൂ. ഓക്കെ, സോ ആൻസർ ഇസ് 19 minutes. B, 19 minutes. Question number 10. If in a certain code, November is written as MPUFLCDS, how will the word September be written in that code language? നോക്കൂ, ഇത് ഈ കോഡിംഗ് ടൈപ്പ് ഓഫ് ഇത് ഒന്ന് എഴുതി നോക്കിയാലേ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ആദ്യം നവംബർ എന്ന് എഴുതുക, അതിന് തൊട്ട് താഴെ തന്നെ ഈ പുതിയ MPUFLCDS എന്ന് എഴുതുക. ഇപ്പുറത്ത് നമുക്ക് സെപ്റ്റംബർ എന്ന് എഴുതാം. ഓക്കെ, സി ഇതിൽ നോക്കൂ, എന്നിന് തൊട്ട് മുമ്പുള്ള അക്ഷരമാണ് എം. ഓയിൻ്റെ തൊട്ട് ശേഷമുള്ള അക്ഷരമാണ് പി. നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എം കഴിഞ്ഞാണ് എൻ, അത് കാരണം ഇങ്ങനെ. ഒ കഴിഞ്ഞാണ് പി, യു കഴിഞ്ഞാണ് വി, ഇ കഴിഞ്ഞാണ് എഫ്, എൽ കഴിഞ്ഞാണ് എം, ബി കഴിഞ്ഞാണ് സി, ഡി കഴിഞ്ഞാണ് ഇ, ആർ കഴിഞ്ഞാണ് എസ്. അപ്പോൾ ഈ ഓർഡറിലാണ്, എല്ലാം ഓൾട്ടർനേറ്റ്ലി ആണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേ ഓർഡറിൽ വരുന്ന നമുക്ക് സെപ്റ്റംബറും എന്ത് ചെയ്യാം. അപ്പോൾ സെപ്റ്റംബറിന് ഫസ്റ്റ് ലെറ്റർ എസ്, എസ്സിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ആർ. സി, ഇതിലൊരു ട്രിക്കും കൂടിയുണ്ട്. നമ്മൾ ഓപ്ഷൻസും കൂടി നോക്കണം. ഓപ്ഷൻസ് നോക്കുമ്പോൾ എ ബി സി ഡി എല്ലാത്തിലും ഫസ്റ്റ് ലെറ്റർ ആർ ഉണ്ട്. എ സി ഡിയിൽ അവസാനത്തെ ലെറ്റർ ക്യൂ ആണ്. 3 ഓപ്ഷൻസിൽ എ ബി ഡിയിൽ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആർ എഫ് ആണ്. അപ്പം തന്നെ സി ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അവർ നമ്മളെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിക്കാനാണ് എപ്പോഴും നോക്കിക്കുക. കൂടുതൽ സമയം ഒരു പ്രോബ്ലത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ തരത്തിലായിരിക്കും പ്രോബ്ലം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. സി, ആർ എഫ് വരുന്ന ഏതോ ഇതിലാണ് അത് വരുന്നത്. അപ്പോൾ എ ബി ഡിയിലാണ് അത് വരിക. ഇത് ഈ അപ്രോച്ച് ഒന്ന് നമുക്കൊന്ന് 2 തരത്തിൽ അനലൈസ് ചെയ്ത് നോക്കാം. അത് കൺഫേം ചെയ്യാൻ നമ്മൾ ഫുള്ളി വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എ ബി ഡിനകത്ത് ഏതോ ഒരെണ്ണത്തിലാണ് ആർ എഫ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആർ എഫ് കഴിഞ്ഞുള്ള ലെറ്റേഴ്സ് ഒന്നും എയിലുള്ള ഓപ്ഷൻ എയിലുള്ള ലെറ്റേഴ്സ് അല്ല ബിയിലും ഡിയിലും ഉള്ളത്. ബിയിലും ഡിയിലും കുറേ സമാനതകളുണ്ട്. ഏറ്റവും അവസാനത്തെ ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ബിയും ഡിയും ഇട്ടേക്കുക. കാരണം ഏറ്റവും ലാസ്റ്റ് ലെറ്റർ മാത്രമേ ഇതായിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഏറ്റവും ലാസ്റ്റ് ലെറ്ററും കൂടി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ ആറിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ക്യൂ. അപ്പോൾ ക്യൂവിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഡി റൂൾ ഔട്ട് ചെയ്യുന്നു, ബി റൂൾ ഔട്ട് ചെയ്യുന്നു. ഇനി എന്തായാലും നമുക്ക് 2 ലെറ്ററും കൂടി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇ കഴിഞ്ഞ് നെക്സ്റ്റ് ലെറ്റർ എഫ്, പിന് തൊട്ട് മുമ്പുള്ള ലെറ്റർ ഒ, ആർ എഫ് ഒ. ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇനി അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയെല്ലാം
ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. RFO തുടങ്ങുന്നതും ക്യൂവിൽ അവസാനിക്കുന്നതും. അങ്ങനെയായിട്ടുള്ളത് ആകെ D മാത്രമേ ഉള്ളൂ. ആൻസർ ഇസ് D. ഫുൾ ചെയ്ത് വെറുതെ സമയം കളയണ്ട. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും.